നേരത്തെ BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും സംസാരിച്ചിരുന്നു. അവർ ആ വാക്കുകളിലേക്ക്. ഞങ്ങളിവിടുന്ന് പോകുന്ന പോലീസ് പറഞ്ഞു, ഞങ്ങളിന്ന് ഇവിടുന്ന് പോയി ഞങ്ങളെ മാറ്റി ഇവിടെ ചാണകവെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുക. അക്രമികളെ പിടിച്ചു മാറ്റാൻ തയ്യാറാവുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആ പ്രവർത്തനക്കാരെ ആക്രമിക്കുമ്പോ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി ഇവിടുത്തെ അക്രമികൾക്ക് ചാണകവെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, അക്രമികൾ കാവൽ നിൽക്കുക. ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറൊന്നുമില്ല. ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലം, ഞങ്ങളുടെ പ്രധാനമന്ത്രി പരിപാടി നടത്തിയ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും ആക്രമിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ അക്രമികൾക്ക് സൗകര്യമൊക്കെ പോലീസ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ കാണുന്നില്ലേ അക്രമികൾ ഇവിടേക്ക് അതിക്രമിച്ചു കയറിയ. ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഞങ്ങൾ പറയുന്നത് ശരി. നിങ്ങൾ നോക്ക്, എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനോട് എന്തുകൊണ്ട് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എവിടേക്കെങ്കിലും പോയോ? ഞങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് അതിക്രമിക്കാൻ പോയോ? ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താക്കുന്നത്, ഞങ്ങളുടെ വേദിയിലാക്കുന്നത്. ഇങ്ങോട്ട് വന്നവരെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതാ ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ കാല് കുത്തിക്കുന്ന പ്രശ്നമില്ല, കാല് കുത്തിക്കില്ല. ഇവിടെ ചാണകവെള്ളം തളിക്കാൻ വന്ന ചാണകവെള്ളത്തിൽ കുളിപ്പിക്കും ഞങ്ങൾ പ്രതാപനെ. എന്തൊരു അസൂയാണ്, എന്തൊരു അസൂയാണ്. ഇന്ത്യ അസഹിഷ്ണുത പ്രധാനമന്ത്രിക്ക് ഒന്ന് പ്രസംഗിക്കാൻ പാടില്ലേ? ഇവിടെ തൃശ്ശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ്. അതിലുള്ള അസൂയ, അസഹിഷ്ണുത, അതല്ലാതെ എന്താണ്? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ എന്ത് പ്രശ്നം? ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി. അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം കലാപണ്ടാക്കുക. ഇത് പ്രതാപന്റെ അസഹിഷ്ണുത തോൽവി ഉറപ്പിച്ചു. തോൽക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഏത് വിധേനയും ഇവിടെ കലാപം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രതാപന് ഗൂഢാലോചനയാണ്. പ്രതാപനും അലവിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്.